ഒരുമനയൂർ പഞ്ചായത്തിലെ വെള്ളക്കെട്ട് പ്രശ്നം ദേശീയപാത അധികൃതരും പഞ്ചായത്തും ചേർന്ന് യോഗം ചേർന്നു. തുടർന്ന് സംയുക്ത പരിശോധനയും നടത്തി. ഒരുമനയൂർ പഞ്ചായത്ത് പരിധിയിലെ നാഷണൽ ഹൈവേ 66 നിർമ്മാണ പ്രവർത്തനങ്ങളെ തുടർന്ന് രൂപപ്പെട്ട വെള്ളക്കെട്ട് പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി ഉദ്യോഗസ്ഥരും പഞ്ചായത്ത് അധികൃതരും സംയുക്തമായി യോഗം ചേർന്നു. തുടർന്ന് പ്രശ്നബാധിത പ്രദേശങ്ങൾ സന്ദർശിച്ച സ്ഥല പരിശോധനയും നടത്തി. പഞ്ചായത്ത് പ്രസിഡന്റ് PM താഹിർ, വൈസ് പ്രസിഡന്റ് നഷ്റ മുഹമ്മദ്, RS ഷക്കീർ, ആരിഫ ജുഫൈർ, സിന്ധു അശോകൻ, ജസീന നസീർ, സ്വാതി നിഖിൽ, പഞ്ചായത്ത് സെക്രട്ടറി ഷിബുദാസ് കോമ്പേരി എന്നിവർ ഉൾപ്പെടെ ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. ദേശീയപാത നിർമ്മാണത്തിന്റെ ഭാഗമായി വെള്ളം ഒഴുകിപ്പോകാനുള്ള സ്വാഭാവിക സംവിധാനങ്ങൾ തടസ്സപ്പെട്ടതോടെ പ്രദേശത്ത് ഗുരുതരമായ വെള്ളക്കെട്ട് രൂപപ്പെട്ടിരിക്കുകയാണ്. ഇതുമൂലം 20-ലധികം കുടുംബങ്ങൾ ദുരിതം അനുഭവിക്കുകയാണെന്ന് നാട്ടുകാർ അറിയിച്ചു. പക്ഷേ ഈയിടെ ഉണ്ടായ മഴയിൽ പല സ്ഥലത്തും വെള്ളം നിൽക്കുന്ന ഒരു ഇത് വന്നു. അതുമായി ബന്ധപ്പെട്ട് ഹൈവേ അതോറിറ്റിയുടെ ആളുകളെ വിളിച്ച് ഇന്ന് ഭരണസമിതി ഗ്രാമപഞ്ചായത്തിൽ ഒരു മീറ്റിംഗ് കൂടി അവരുടെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി. അതിനുശേഷം നമ്മൾ ഈ പറയുന്ന നാഷണൽ ഹൈവേ സ്കൂള്, വില്യംസിൻ്റെ ആ ഭാഗങ്ങളെല്ലാം പോയി സന്ദർശിച്ചു. അവിടെ താൽക്കാലികമായിട്ടാണ് അവർ അവിടെ കാണ നിർമ്മിച്ചിട്ടുള്ളത്. അത് ഈ മാസം 15-ാം തീയതി മുതൽ അവരതിൻ്റെ പണി ആ കാണെല്ലാം മാറ്റി പുഴയിലേക്ക് നീരൊഴുക്കുണ്ടാവുന്ന രീതിയിൽ പഴയ രീതിയിൽ തന്നെ ആക്കിത്തരാമെന്നും മറ്റു കാണുകളെല്ലാം വൃത്തിയാക്കി മഴ വരുന്നതിന് മുന്നം എല്ലാം ശരിയാക്കി തരാം എന്ന് ഉറപ്പ് ഹൈവേയുടെ അധികൃതർ നമുക്ക് ഉറപ്പ് തന്നു. പ്രശ്നപരിഹാരം ആവശ്യപ്പെട്ട നാട്ടുകാരുടെ നേതൃത്വത്തിൽ NHAI ഉദ്യോഗസ്ഥർക്ക് മുൻപ് പരാതി നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പഞ്ചായത്ത് അധികൃതർ ഇടപെട്ട സംയുക്ത പരിശോധന നടത്തിയത്. പ്രശ്നത്തിന് വേഗത്തിൽ സ്ഥിരപരിഹാരം കാണണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. 15 ദിവസത്തിനുള്ളിൽ പഞ്ചായത്ത് ആവശ്യപ്പെട്ട കാര്യങ്ങൾ പൂർത്തീകരിക്കുമെന്ന് ഹൈവേ അധികൃതർ ഉറപ്പു നൽകി.